ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്മോൾ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് മാസം മുമ്പാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ എനിക്ക് അങ്ങനെ കണ്ടന്റ് ഇടാനോ ഒന്നും ഞാൻ അത്ര പരിചയമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ഇടയ്ക്ക് കുറച്ച് ചെറിയ കണ്ടൻറ്റൊക്കെ ഇട്ടു. പിന്നെ ഞാനത് മറന്നു തന്നെ പോയി. ഇന്ന് ഞങ്ങളെ പറമ്പിൽ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, നിങ്ങൾ ഈ വള്ളി കണ്ടോ? നിറയെ ഇങ്ങനെ ഈ വള്ളി, ഇതിലൊരു വയലറ്റ് പൂവൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും, വയലറ്റ് ഒരു ലൈറ്റ് കളറ് പൂവൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ പേരാണ് ചതുരപ്പയർ. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് ചതുരപ്പയർ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർ എന്ത് പയറാ എന്നൊക്കെ ചോദിച്ചു. അവർക്ക് അത്ര അറിയില്ല തോന്നുന്നു. പക്ഷെ എന്നാലും ഇത് അറിയുന്ന കൃഷിക്കാർക്കൊക്കെ എന്തായാലും അറിയാൻ മതി. ഈ ചതുരപ്പയർ എന്ന് പറയുന്ന സാധനം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പയറാണ്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ചകഞ്ഞിട്ടില്ല. എന്നാലും ചതുരപ്പയർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഞാൻ എവിടേക്കോ വായിച്ചിട്ടുണ്ട്, പണ്ട് യൂട്യൂബിൽ എവിടെയോ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണഗണങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിപ്പം ഞങ്ങളുടെ പറമ്പിൽ എനിക്ക് പണ്ട് ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് പോയി അന്ന് കുറേ ഉണ്ടാവുമായിരുന്നു. ഞങ്ങൾ പറിക്കുകയും ചെയ്യായിരുന്നു. പക്ഷെ അതിൻ്റെ വിത്ത് പോയി. അപ്പോൾ എനിക്ക് എപ്പോഴും ഇടയ്ക്ക് ഞാൻ ഓർക്കുമായിരുന്നു, അയ്യോ ഈ ചതുരപ്പയറിൻ്റെ വിത്ത് പോയല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു. പക്ഷേ യാദൃശ്ചികമായിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് അതിൻ്റെ വിത്ത് കിട്ടിയപ്പോൾ എൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനത് നട്ടു. ഇതിനധികം ഭയങ്കര നമ്മൾ കെയർ കൊടുക്കണം എന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയില്ല. കാരണം വിത്ത് നട്ടു. പക്ഷെ നമ്മളതിനെ എന്തും നമ്മൾ ഒരു ചെടി കുഴിച്ചിട്ടാൽ അല്ലെങ്കിൽ ഒരു വിത്ത് കുഴിച്ചിട്ടാൽ നമ്മൾ ദിവസം ഇടയ്ക്കൊന്ന് പോയി നോക്കണം, എന്താണ് അത് വാടുന്നുണ്ടോ. അതിന് തുടക്കത്തിലൊക്കെ നമ്മൾ എന്തായാലും വെള്ളം നനയ്ക്കാനൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഒരു ഭയങ്കര വലിയ കർഷകയൊന്നുമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞങ്ങളെ വീട്ടിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ, പിന്നെ ഇടയ്ക്ക് ചാണകം പശുവിനെ പറമ്പിൽ കിട്ടും ഞങ്ങളെ വീടിനടുത്തുള്ള ആൾക്കാർ. അപ്പോൾ ആ ചാണകം ഇട്ട് കൊടുക്കും. എന്തായാലും ഒരു നോട്ടമുണ്ടാവും. പക്ഷെ ഭയങ്കരമായിട്ടൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇങ്ങനെ പടർന്ന് ഇതിൽ നിറയെ കായ്ക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞാൻ ചതുരപ്പയർ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഫ്രഷായിട്ട് പറിച്ച് പറമ്പിൽ നിന്ന് തന്നെ ഒരു വാഴയില കീറി അതിൽ വെച്ചതാണ്. അപ്പം നമുക്കറിയാം, പ്ലേറ്റിലൊക്കെ ഇടുന്നതിനേക്കാളും എനിക്ക് മനസ്സിന് സുഖം നിങ്ങളങ്ങനെ കാണിക്കുന്നത് പറമ്പിൽ നിന്ന് ഒരു വാഴയില കീറി അതിൽ വെക്കുമ്പം അതിൻ്റെയൊക്കെ സന്തോഷം കുറേ ആൾക്കാർക്ക് അത് മനസ്സിലാവും. പക്ഷെ ചിലർ വിചാരിക്കുമോ അതിലിപ്പോൾ എന്താണെന്ന്. പക്ഷെ എന്നാലും അത് നിങ്ങൾ നോക്കുക, ഞാൻ കാണിച്ചു തരാം കേട്ടോ ചതുരപ്പയർ എന്താണെന്ന്. ഇതാണ് ചതുരപ്പയർ. എനിക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതാണ് ചതുരപ്പയർ എന്ന് പറയുന്ന സാധനം. ഇത് ചതുരപ്പയറാണ്. ഇനി ഇതിൻ്റെ വിത്ത് ഞാൻ കാണിച്ചത്, അത് ഉണങ്ങിപ്പോയതാണേ. ഇതാണ് അതിൻ്റെ വിത്ത്. ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കത് ഇത് വിത്തിട്ടാൽ മതി, പെട്ടെന്ന് വളരും. അങ്ങനെ എന്താ പറയുക, കുറച്ച് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. വിത്തിട്ടാൽ വേഗം വളരും. ഇതിപ്പോൾ നമ്മൾ കുറേ ഇതിപ്പോൾ ഇതിൽ തന്നെ മൂത്തുപോയതാണ്. മൂത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപ്പേരി വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അധികം മൂക്കുന്നതിൻ്റെ മുന്നേ ഇളം പ്രായത്തിൽ കുറച്ചാലാണ് ഇത് നമ്മൾ ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ്, നല്ല കഴിക്കാൻ ഒരു നല്ലൊരു രുചി തോന്നുക. മൂത്ത് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇത് മൂത്ത് പോയതാണ്. നമ്മളില്ലേ എത്ര പ്രാവശ്യം ഇതിൻ്റെ പിന്നാലെ നടന്ന് നോക്കിയാലും ഈ വള്ളീൻ്റെ ഇടയിലൊക്കെ എവിടെയെങ്കിലും നമ്മൾ കാണാതെ വിട്ടു പോകുന്നതുണ്ടാവും. അപ്പോൾ അത് മൂത്തുപോകും. ഇപ്പം ഇപ്പോൾ പറിച്ചിപ്പോൾ ഇലയിൽ വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും വന്ന് നോക്കിയാൽ എനിക്ക് എന്തായാലും ഒരു 2 കിട്ടും ഏതെങ്കിലും വള്ളീൻ്റെ ഇടയിൽ നിന്ന്. അപ്പോൾ ചിലപ്പോൾ നമ്മളതിങ്ങനെ കാണാതെ മിസ്സായി പോകുന്നതായി മൂത്തു പോകുന്നത്. പക്ഷേ പ്രശ്നമില്ല, നമുക്ക് വിത്തിനെടുത്ത് വെക്കാൻ ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അയൽക്കാർക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കും ഒക്കെ കൊടുക്കാമല്ലോ. എല്ലാവരുടെ വീട്ടിലും അങ്ങനെ കൃഷിയൊക്കെ ഉണ്ടാവട്ടെ. കാരണം നമ്മളെല്ലാം വിഷടിച്ച പച്ചക്കറികളൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഓരോ അസുഖവും അതും ഇതുമൊക്കെ. അപ്പം പറമ്പുള്ളവരാണെങ്കിലും പറമ്പില്ലാത്തവരാണെങ്കിലും ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിലേക്ക് ഒരു ദിവസം നമ്മളെ വീട്ടിലത്തെ എന്തെങ്കിലും ഒരു പപ്പായോ എന്തെങ്കിലും പറിച്ചു വെക്കാൻ വെച്ചാൽ അന്ന് നമ്മൾക്ക് മരുന്നടിച്ചൊരു പച്ചക്കറിയിൽ നിന്ന് രക്ഷപ്പെടാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് വീട്ടമ്മമാർ കിട്ടുന്ന സമയത്ത് ചെറിയ എന്തെങ്കിലും ഒരു വിത്ത്, നിങ്ങളിപ്പോൾ ഒരു പപ്പായ വാങ്ങി, പഴുത്ത പപ്പായ, അതിൻ്റെ വിത്ത് ഏതെങ്കിലും ഒരു നനവുള്ള സ്ഥലത്ത് തൈ വളരും. അതിൽ ഒന്നെങ്കിലും കുറേ എണ്ണം വളർന്നതിൽ നിങ്ങൾ ചിലപ്പം എന്താ പറയുക മാറ്റി കുഴിച്ചിടും. അതിന് പോലും നിങ്ങൾക്ക് ജോലിക്കാരൊക്കെ ആകുമ്പോൾ തീരെ സമയം ഉണ്ടാവില്ല. അപ്പം എന്തായാലും അതിൽ ഒന്നെങ്കിലും പിടിച്ച് വന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് 2 പപ്പായ പറിക്കാൻ പറ്റുക, അത് വളരെ നല്ല കാര്യമില്ലേ. നിങ്ങളെ വീട്ടിൽ പപ്പായ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഗുണമുള്ളതല്ലേ. ഇതാണ് ചതുരപ്പയർ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് തോരനാണ് ഞാൻ സാധാരണ വെക്കാറ്. പക്ഷെ പരിപ്പിലിട്ടിട്ടും കറി വെക്കാം കേട്ടോ. പക്ഷെ അതിലും കുറച്ചും കൂടി ചിലവർക്ക് ടേസ്റ്റ് ഇഷ്ടമായിരിക്കും. ചിലവർക്ക് ഈ ചതുരപ്പയറിൻ്റെ വേഗം മടുക്കും എന്ന് പറയും. പക്ഷെ അറിയില്ല, ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് വെക്കും. അപ്പം കഴിക്കും, എന്തായാലും ഹെൽത്തി അല്ലേ എന്ന് വിചാരിച്ച് കഴിക്കും.
അപ്പോൾ ഇത് തോരൻ വെക്കാം, നമ്മൾ മെഴുക്ക് പുരട്ടി ആയിട്ട് വെക്കാം. എങ്ങനെ നമുക്ക് ഏതാണോ ഇത് തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് വെക്കാം. ഉള്ളി ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ പിന്നെ എന്താ പറയുക ചെറിയ ഉള്ളി ഇട്ട് വെക്കാം, സവാള ഇട്ട് വെക്കാം. എന്നിട്ട് രാത്രി മെഴുക്ക് പുരട്ടി മാതിരി മെഴുക്ക് ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒതുക്കിയിട്ട് വെക്കൂലേ അങ്ങനെ വെക്കാം. നമ്മൾ ഞാൻ തോന്നുന്ന പോലെ ഓരോ പ്രാവശ്യവും മാറ്റി മാറ്റി വെക്കും. അപ്പം ഇവിടെ എല്ലാവരും കഴിക്കും. എല്ലാവർക്കും അത്ര വലിയ ചിലവ് മൂക്കൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഞാൻ ഹെൽത്തിയാണ് ഒക്കെ പറയുന്നുണ്ട് കഴിക്കും. അപ്പോൾ ഇതാണ് ചതുരപ്പയർ. ഇതിൻ്റെ ഇല ഉപയോഗിക്കുമോയെന്ന് എനിക്കറിയില്ല, കാരണം സാധാരണ നമ്മൾ പയറിൻ്റെ ഇലയൊക്കെ നല്ല തളിരില നമ്മൾ ഉപ്പേരി വെക്കും. അപ്പോൾ ഇതിൻ്റെ വെച്ച് എനിക്ക് അറിയില്ല കേട്ടോ, പക്ഷെ ഇത് നോക്കും നല്ല തളിരിലയാണ്. ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് വെച്ച് നോക്കിയാലോ എന്ന്. പിന്നെ എനിക്ക് വയറിന് വല്ല പ്രശ്നമൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെക്കാത്തതാണ്. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ ഉപകാരം. ഇനി ഞാൻ വിചാരിക്കുന്നുണ്ടൊന്ന് യൂട്യൂബിലൊന്ന് അടിച്ച് നോക്കണം, ആരെങ്കിലും ഈ ചതുരപ്പയറിൻ്റെ ഇല ഉപ്പേരി വെക്കുന്നത്. ഞങ്ങളിവിടെ ഉപ്പേരി എന്നാട്ടോ ഞങ്ങൾ പറയാം. അപ്പോൾ ഉപ്പേരി വെക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാമല്ലോ. നിങ്ങൾ പുതിയൊരു വെറൈറ്റി അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പക്ഷെ ആദ്യമായിട്ട് നമുക്ക് പരീക്ഷിക്കുമ്പം നമുക്ക് അറിയാത്ത സാധനം പരീക്ഷിക്കുമ്പോൾ വയറിന് വല്ല പ്രശ്നവും വന്നാലോ എന്നൊക്കെ ഒരു പേടിയില്ലേ. ചിലപ്പം ചില ഇലയൊക്കെ നമുക്കറിയാം ആദ്യം ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ മറ്റേ എന്താ പറയുക ചായ മനസ്സ അത് പറഞ്ഞതെന്ന് കേട്ടിട്ടുണ്ട്. ആദ്യം ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ എന്താ പറയുക അത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ അത് നമുക്ക് ശരീരത്തിന് നല്ലതല്ല എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ചതുരപ്പയറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ ഇതേപോലെ എൻ്റെ കൊച്ചു വിശേഷങ്ങളുമായിട്ട് ഞങ്ങളെ പറമ്പിലെ മെയിനായിട്ട് കൃഷി വിശേഷങ്ങളുമായിട്ട് ഇടയ്ക്കൊക്കെ ഞാൻ വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യണമെന്ന് ഞാൻ പറയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. എന്തായാലും എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവച്ചപ്പം എനിക്ക് അത്രയും എന്താ പറയുക നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ മനസ്സിൽ. അപ്പോൾ എന്നാൽ ശരി, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ശരി, ഓക്കെ, ബൈ.